അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ UDF സർക്കാർ ഉഷാറായി മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ആരും പരിതപിക്കണ്ട, നല്ല ഉഷാറാണ്. വഖഫ് ബോർഡ് മരവിപ്പിച്ചു കോടതി. കാരണം അറിയാലോ, നോൺ മുസ്ലിം വേണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ദേവസ്വം ബോർഡിലും പിന്നെ നോൺ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനികളിലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നോൺ ക്രിസ്ത്യാൻ. എന്താ ഈ കേൾക്കുന്നത്? ആരൊക്കെ അയോഗ്യരാണത്ര? ഉദ്ദേശം മറ്റൊന്നുമല്ല. ബഹുമാനപ്പെട്ട മുക്കോ ഉമർ ഫൈസി അതിലുണ്ട്. മൂപ്പര് കാര്യങ്ങൾ പറയുന്നു. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയണവനാണ്. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ അടുക്കളപ്പുഴുവായി ജീവിക്കാൻ പാടില്ല ഒരു പണ്ഡിതന്. സത്യങ്ങൾ കണ്ടാൽ തുറന്ന് പറയണം, അനീതിക്കെതിരെ ശബ്ദിക്കണം. അത് പണ്ഡിത ധർമ്മമാണ്. ആർക്കോ വേണ്ടി ഓച്ചാന പാടുന്ന പണ്ഡിതന്മാരിൽ കാണാം, അവരുടെ തൃപ്തി സമ്പാദിക്കാൻ. പക്ഷേ ഉമർ ഫൈസി അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. സത്യം കണ്ടാൽ പറയണം. പറയുമ്പോൾ അദ്ദേഹം ഒരു ലീഗുകാരനും കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം കാര്യം കണ്ടാൽ തുറന്ന് പറയുക. ആരുടെയെങ്കിലും അടുക്കളപ്പുഴുവായി ജീവിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് പണ്ട് പറഞ്ഞ അതൊക്കെ പുലരിയാണ് ഇപ്പോൾ. അധികാരി വർഗത്തിൻ്റെ അടുക്കളപ്പൂച്ചയെ അധപ്പതിക്കാൻ പണ്ഡിതന്മാരെ കിട്ടുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ധീര നേതാവായിരുന്നു 1989-80 കാലഘട്ടങ്ങളിൽ അഭിമാനത്തോടെ പോയത്. അന്നെല്ലാവരും പുച്ഛിക്കായിരുന്നു ആ പണ്ഡിതനെ. ആ പണ്ഡിതൻ അതിൻ്റെ പേരിൽ കേൾക്കാത്ത പ്രയാസങ്ങളില്ല. ഒരുപാട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ടു ആ പണ്ഡിതൻ വളർന്നു. പക്ഷേ എല്ലാ ആക്ഷേപങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും തെറികളെയും നിരവധി ഏഷണി, ഭീഷണി, പരദൂഷണ, ബഹിഷ്കരണ മതിൽക്കെട്ടുകൾ തട്ടിത്തകർത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അന്ന് ജൈത്രയാത്ര നടത്തിയത് ഇപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞു വരുന്നുണ്ട്. എന്തായിരുന്നു കാരണം എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം, ഇതെന്തായി കേൾക്കുന്നത്? അത്ഭുതം തോന്നുകയാണ്. മുസ്ലിങ്ങളുടെ സ്വത്തിൽ നോൺ മുസ്ലിം, ഇത് ഹിന്ദുക്കളെ പോലും അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? ദേവസ്വം ബോർഡിൽ ഇനി മുസ്ലിങ്ങളെ കയറ്റുക, അതൊക്കെ അതിൻ്റേതായ മട്ടനുസരിച്ച് അതിൻ്റെ ആളുകളല്ലേ കൊണ്ടടക്കേണ്ടത്. എതിരാളികൾ കൊണ്ടടക്കാൻ പാടുണ്ടോ? വഖഫ് ബോർഡിൽ ഒരിക്കൽ പോലും നോൺ മുസ്ലിം കയറാൻ പാടുണ്ടോ? നോൺ മുസ്ലിം വഖഫ് ബോർഡിൽ കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സതീശൻ സാറ് അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭരണമാണ്. ഇങ്ങനെ പോയാൽ എവിടെ എത്തുമെന്ന് ഒരു പിടുത്തമില്ല. മുമ്പ് അദ്ദേഹം ഭയങ്കരമായിരുന്നു. ജനാധിപത്യത്തിനെതിരെ വരുന്നവർക്കെതിരെ ശക്തമായ പോരാട്ടമായിരുന്നു. വർഗീയവാദികൾക്കെതിരെ നല്ലോണം സംസാരിച്ചിരുന്നു. നമുക്കത് കേട്ടിരിക്കുമ്പോൾ നല്ല അഭിമാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി? ശശികല എന്ന ആ ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദിയായ ശശികലയൊക്കെ വളരെ മോശമായി, അവരുടെ നാവ് തന്നെ മോശമാണെന്ന് പറഞ്ഞ സതീശൻ സാറ് അപ്പോൾ അവരെ നല്ലോണം സ്വീകരിക്കാൻ തുടങ്ങുകയാണ്. എങ്ങനെയെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാവും? ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ UDF സർക്കാരാണോ ഭരിക്കുന്നത് അല്ല BJP ആണോ ഭരിക്കുന്നത് പിടുത്തമില്ല. ഇതിൻ്റെ പിന്നിലും തെറികൾ കുറേ കേൾക്കാം, കമൻറ്റിൽ കുറേ വരും, അതൊക്കെ നമുക്കറിയാം. പക്ഷെ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുമോ? നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അതിനുവേണ്ടി വർഗീയവാദികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. വിജയിപ്പിച്ച് നോക്കിയപ്പോൾ സ്വന്തം അണികളിലേക്ക് വെടിവെക്കുന്ന സ്വഭാവമാണ് കാണുന്നത്. ചീഫ് കമാൻഡർ സ്വന്തം അണികളിലേക്ക് തന്നെ തിരിച്ച് വെടിവെക്കുക. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഏതായിരുന്നാലും നമ്മുടെ നാട്ടിൽ നല്ലൊരു ഭാവി വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. വർഗീയ ഫാസിസ്റ്റ് ദുർഭൂത ശക്തികളായ BJP RSS ഒക്കെ പൊന്തി വരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി ക്രമേണ BJPക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേനോൻ സാറ്, നമ്മുടെ സതീശൻ മേനോൻ സാറ് അതിനുവേണ്ടിയായിരിക്കും പണ്ട് ഇതിന് കുറച്ച് മുമ്പ് കർണാടകയിലൊക്കെ പോയതും എല്ലാം. എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്നത്? പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, പകല് കോൺഗ്രസും
രാത്രി RSS ആണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ നമുക്ക് വേദനയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളോട് തോളൊരുമി ജീവിക്കണം. അതിൽ പ്രയാസം ഉണ്ടാക്കരുത്. ദയവ് ചെയ്ത് ഈ ഭരണ നേതാക്കൾ, നിങ്ങളെ ഭരിക്കേണ്ടുന്ന ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഭരണാധികാരികളാവണം. ആർക്കൊക്കെ വേണ്ടി ഓശാന പാടുന്ന ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ വന്നാൽ അപകടമാണ്, വലിയ കേടായി വരും. സൂക്ഷിക്കേണ്ട കാര്യമാണത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്ത, ശശികല അടക്കമുള്ള വർഗീയവാദികൾ സതീശനെ കാണാൻ വന്നപ്പോൾ അതിന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ് സമസ്ത നേതാക്കളും വരാറുണ്ടല്ലോ. എന്താ കുഞ്ഞാപ്പോൾ മനസ്സിലാക്കിയത്? വർഗീയവാദികളായ BJP RSS പോലെയാണോ സമസ്ത? ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം, ഇരു സമസ്തയെയും, രണ്ട് സമസ്തയും ഇവിടെ വർഗീയവാദമോ ഭീകരവാദമോ പ്രചരിപ്പിക്കുന്നില്ല. ഈ നാട്ടിൻ്റെ നിയമമനുസരിച്ച് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഇരു സംഘടനകളെയും ആ നേതാക്കൾ വരുന്നത് പോലെയാണോ RSSൻ്റെയും BJPയുടെയും വർഗീയവാദികളും സതീശൻ സാറിനെ കാണാൻ വരുന്നത്? എത്രമാത്രം അപകടകരം നിറഞ്ഞ വാക്കാണത്. ഏതായിരുന്നാലും നമ്മുടെ നാട് നല്ല നിലയിലാവട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. അധികാരി വർഗത്തിൻ്റെ അടുക്കളപ്പൂച്ചയായി അധപ്പതിക്കാതെ പണ്ഡിതന്മാർ കാര്യം തുറന്നു പറയുന്നൊരവസ്ഥയിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.